അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന എങ്ങനെ അച്ചുവിനെ കണ്ടത്, നീ എപ്പോഴാണ് വന്നത്, നീ എന്താ പറയാതെ വന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം അച്ചു ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയണോ എന്ന് ചോദിക്കുകയാണ്. വേണ്ട, നീ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ അമ്പലത്തിലേക്ക് പോയി, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം അച്ചു പറയുകയാണ്, ചേച്ചി എന്തിനാണ് അയാളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്, ആൾക്കാരെന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയോ, പറയണ പോലെ തന്നെ ചേച്ചി പെരുമാറുകയും ചെയ്തപ്പോഴോ ചേച്ചിക്ക് അറിയില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. അറിയില്ലായിരുന്നു അച്ചു, എനിക്കറിയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ താമസിപ്പിക്കുകയോ ഇല്ല, ഞാൻ അയാളോട് ഒഴിവാകാൻ പറഞ്ഞിട്ടുണ്ട്, ശനിയാഴ്ച ഒഴിവാകാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഒഴിവാകില്ല എന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അച്ചു പറയുന്നുണ്ട്, ഞാനും പോയി പറഞ്ഞിട്ടുണ്ട് അയാളോട് ഒഴിവാകാൻ, അങ്ങനെ ഒഴിവാകാത്ത പക്ഷം ചേച്ചി പോലീസ് കേസാക്കണം, ഞാനും കൂടെ വരാമെന്ന് പറയണം കേട്ടോ. അതേസമയം ഇവർ സംസാരിച്ച് നിൽക്കുന്നത് മഞ്ജു എല്ലാം കേൾക്കണം കേട്ടോ. അപ്പോഴാണ് മഞ്ജുവിന് അറിയുന്നത് ഈ ചേച്ചിയെക്കുറിച്ച് അപവാദം പറയുന്ന ആളാണ് ഈ JK എന്നിങ്ങനെ മഞ്ജു അറിയണം. ഓ അത് ശരി എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു വന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അച്ചു പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അതേസമയം അർച്ചനയോട് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു അച്ചു അയാളെ ഒഴിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലേ, മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചു എന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ. അതിന് മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനാണെന്ന് നീ എന്തിനാണ് വിചാരിച്ചത് എന്ന് പറയുക. രമ്യയും പറയും, ഞാനാകെ പേടിച്ചു പോയി എന്നിങ്ങനെ പറയണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൻ അങ്ങനെ ചെയ്യാനല്ല വന്നത്, അവൻ വേറെ കാര്യത്തിനാണ് വന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചനകത്തേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം രമ്യയോട് മഞ്ജു പറയണം, ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത് ആരാന്നറിയോ, ചേച്ചിയെക്കുറിച്ച് അപവാദം പറയില്ലേ, അയാളാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്ക് രമ്യ ചോദിക്കണം, ആണോ, അപ്പോൾ ചേച്ചി അറിയാതെ ആയിരിക്കും അങ്ങനെ ചെയ്തത് എന്ന്, എന്തോ അയാളാണ് വന്നിരിക്കുന്നത്, എല്ലാം എനിക്കറിഞ്ഞു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേസമയം രമ്യയ്ക്ക് മനസ്സിലൊരു കരട് വീണു എന്നുള്ളത് മഞ്ജുവിനറിയും. മഞ്ജു പറയുകയാണ്, ഈ കളി ഇതും കൊണ്ട് വേണം പിന്നെ അർച്ചനെ നിന്നോടൊരു കളി കളിക്കാൻ എന്നിങ്ങനെ മഞ്ജു പറയുകയാണ്, മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. ഇവിടെ മുകുന്ദൻ പറയുന്നുണ്ട്, ചേച്ചി അച്ചു വന്നിരിക്കുന്നത് ആ കാര്യത്തിനാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കാതെ അയാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, നീ എന്താണ് പോവാതിരുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ മഞ്ജു പറഞ്ഞു, എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഞാനുള്ളിടത്തോളം കാലം മുകുന്ദനെ ഒരിക്കലും ഇവിടുന്ന് അറസ്റ്റ് ചെയ്യില്ല എന്നിങ്ങനെ മഞ്ജു വീരവാദം പറയുകയാണ് കേട്ടോ. അതേസമയം അർച്ചന അവരോട് സംസാരിക്കുകയാണ്, മതി കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം അർച്ചന അകത്തേക്കും മുകുന്ദൻ ഓഫീസിലേക്കും പോവുകയാണ് കേട്ടോ. പിന്നീട് ചിന്നുമോള് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുക, അമ്മേ എന്താ JK ഞങ്ങളെ ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അയാൾ വേറെ ഒരു തരത്തിലുള്ള മനുഷ്യനായിരിക്കും, പക്ഷേ എനിക്ക് നല്ലൊരു എഴുത്തുകാരനും നല്ലൊരു അധ്യാപകനുമാണ്, നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ എൻ്റെ വാക്കിനൊരു ഇല്ലാതായല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മോൾ ഇതിൽ ഇടപെടണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാൻ പറയും, നമ്മുടെ എല്ലാ വാക്കുകളും ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ, ഒന്നും ധിക്കരിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ ഈ പ്രവൃത്തിയിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് ചിന്നുമോള് പറയണം കേട്ടോ. അതിനുശേഷം പിന്നീട് അർച്ചന അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ JK വരികയും JK അർച്ചനയോട് ചോദിക്കും, എന്താ എന്നെ പോലീസുകാരെ പറഞ്ഞയച്ചിട്ടാണോ വീടൊഴിപ്പിക്കാൻ പറഞ്ഞത്, എന്തായാലും ശരി ഞാൻ വീടൊഴിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അർച്ചന എങ്ങനെ പറയും, ഈ പിന്നെ ഒഴിയാബാധകളെല്ലാം ഒഴിവാക്കണേ എന്നിങ്ങനെ പറയണം കേട്ടോ ദൈവത്തോട്. അതേപോലെ തന്നെ JKയും പ്രാർത്ഥിക്കണം കേട്ടോ. അതിനുശേഷം അവർ പ്രസാദമൊക്കെ തിരുമേനി കൊണ്ടുവന്നിട്ട് പ്രസാദം കൊടുക്കണം കേട്ടോ. പ്രസാദം വാങ്ങിച്ചിട്ട് അർച്ചനയും പോവും. അർച്ചനയുടെ ബാഗിൽ തന്നെ JKയും വാങ്ങും കേട്ടോ. JK വാങ്ങുമ്പോൾ JKയുടെ പ്രസാദം മാറിയിട്ടുണ്ടാകും കേട്ടോ. അയ്യോ ഇത് മാറിയല്ലോ, ഇത് അഡ്വക്കേറ്റിൻ്റെയാണ്, നിങ്ങൾ തമ്മിൽ പരിചയമല്ലേ, ഇന്നിവിടെ സത്രസംസ്കാരത്തിന് 2 പേരെ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അറിയുമല്ലോ അർച്ചനയുടെ അടുത്ത് വാങ്ങിയത്, അപ്പം അങ്ങ് പോയേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അതേസമയം JK അർച്ചനയെ പോയിട്ട് വിളിക്കുകയാണ് കേട്ടോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ എൻ്റെ കാല് പിടിക്കാൻ വന്നാലും ശരി, ഒരിക്കലും വീട് ശനിയാഴ്ച തന്നെ ഒഴിവാകണം എന്നിങ്ങനെ പറയും. ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, എന്തെന്നെ പറഞ്ഞാലും ശരി വീട് ഒഴിവാകില്ല, ഇതാ നമ്മുടെ പ്രസാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, ആകെ 2 പേരെ സത്രസംഹാരം ചെയ്തിട്ടുള്ളൂ, ഇതാ എൻ്റെ പ്രസാദമാണ് ഭവതിയുടെ കയ്യിലുള്ളത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന ആ പ്രസാദം കൊടുക്കുകയാണ്. ഇതെങ്ങനെ പറ്റി എന്ന് ചോദിക്കുക, അതറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഇതെല്ലാം കണ്ടുകൊണ്ട് വിജയശങ്കറിൻ്റെ ജൂനിയർ വക്കീൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ശരി എന്ന് പറഞ്ഞിട്ട് അർച്ചന പോകാൻ നേരത്ത് അർച്ചനയുടെ ഹാൻഡിൽ തട്ടിയിട്ട് JK വീഴുകയാണ് കേട്ടോ. JKയും വീഴും അർച്ചനയും വീഴും കേട്ടോ. ഇതെന്തൊരു ശല്യമാണ് എന്നിങ്ങനെ JK പറയും കേട്ടോ. അയ്യോ സോറി എന്ന് പറയും. പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റ് 2 പേരും പ്രസാദം അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. സോറി പറഞ്ഞില്ലേ പിന്നെന്താണ് പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും ആ ജൂനിയർ വക്കീൽ നിൽക്കണം. അയാൾ പോയിട്ട് വിജയശങ്കറിൻ്റെ അടുത്ത് പൊടുപ്പും തൊങ്ങലും വെച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കറിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. വിജയശങ്കർ പറയും, ഈ മധുബാലൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ
ആ വക്കീൽ പറയണ് ഇയാൾക്ക് അങ്ങേർക്ക് പിന്നെ അങ്ങേരുടെ ഭാര്യയൊന്നും വേണ്ട, അർച്ചന ഒഴിവായ പോലെ തന്നെ അയാളും ഒഴിവായിരിക്കണം, അവർ രണ്ടുപേരും എന്തെങ്കിലും ചെയ്യും എന്നിങ്ങനെ പറയുക. ആ മധുബാലയ്ക്കാണെങ്കിൽ അയാളിനെ വേണ്ട എന്നിങ്ങനെ പറയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിജയശങ്കർ അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്.